ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകും. നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെന്നല്ല, നമ്മൾ അധികം ജനങ്ങളും ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത വീടുകളെന്ന് ഇല്ലെന്ന് തന്നെ പറയാം. ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാരകമായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും 50 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. 50 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷൂർ ലഭിക്കും. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ ഇൻഷൂറിന് വേണ്ടി നയാ പൈസ പ്രീമിയമായി അടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമുക്ക് ഈ ഇൻഷൂർ ലഭിക്കുന്നത്. ഈ കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടേണ്ടത്, എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഇൻഷുർ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്ക് അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഇൻഷുർ പരിരക്ഷ ലഭിക്കും എന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടി വരും. അതായത് ഏറ്റവും പ്രധാനമായും സിലിണ്ടറിൻ്റെ കാലാവധി. ഓരോ സിലിണ്ടർ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഈ ഗ്യാസിൻ്റെ സിലിണ്ടറിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതിന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ തരുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മതി. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ ഇത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവർ കാണിച്ചു തരും. അവർ പറഞ്ഞു തരും എക്സ്പയറി ഡേറ്റ്. ഗ്യാസ് സിലിണ്ടർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേറെ എക്സ്പയറി ഡേറ്റിൽ ഉള്ളത് എടുക്കാം. അപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുർ കിട്ടില്ല. ഈ റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലാവധി രേഖപ്പെടുത്തിയത് നിങ്ങൾ അവിടെ ചോദിക്കുക, കൊണ്ടുവരുന്നവരോട് ചോദിക്കുക. അപ്പോൾ അതേപോലെ തന്നെ അപകടങ്ങൾക്ക് ഒരു തരത്തിൽ ഇൻഷൂറും ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുമെന്നാണ് സംഭവിച്ചെങ്കിൽ കിട്ടില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ കണക്ഷൻ ആരുടെ പേരിലാണ് എന്നത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മറ്റൊരാൾക്ക് ഗ്യാസിൻ്റെ ആവശ്യമില്ല. മറ്റൊരാൾക്ക് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്തെ റിലേറ്റീവിന് ഗ്യാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് 2 ഗ്യാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് നമുക്ക് ഇൻഷുർ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അവരുടെ ഗ്യാസ് സിലിണ്ടറാണ്, അവരുടെ പേരിലുള്ളതാണത്. അപ്പോൾ അതിന് നമുക്ക് ഇൻഷുർ ലഭിക്കില്ല. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ ഇൻഷുർ തുക എങ്ങനെ ലഭിക്കും എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് നമുക്ക് ലഭിക്കുക. പിന്നെ അല്ലാതെ ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് നമുക്ക് ഇൻഷുർ കിട്ടും. പക്ഷേ അത് എത്രത്തോളം അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ ആസ്പദമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു സൈഡ് സിലിണ്ടർ പൊട്ടിയിട്ട് സംഭവിച്ചിരിക്കുകയാണെങ്കിലും നമുക്ക് അതിന് ഇൻഷുർ കിട്ടും. തക്കതായിട്ടുള്ള എമൗണ്ട് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ മെയിനായിട്ട് ഈ അപകടം നടന്ന 30 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും വിവരം അറിയിക്കണം. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ FIRൻ്റെ പകർപ്പുണ്ടാവണം. നമ്മൾ FIR എഴുതിയിട്ട് അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ആരെങ്കിലും മരിച്ചിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, അതായത് മരണപ്പെട്ടാൽ മരണ സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ മരണപ്പെടാനുള്ള കാരണങ്ങൾ, ഒരു പരിക്ക്, ഹോസ്പിറ്റലിൽ എത്ര ചികിത്സയ്ക്ക് എത്ര ചിലവായി, കണക്കുകൾ, അങ്ങനെ വ്യക്തമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നൽകണം. പിന്നെ ഇവയെല്ലാം വിലയിരുത്തുന്നതിനാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത്. ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും. അവർ നമുക്കത് തരും, ഉപഭോക്താവിന് അത് തരും.
ഈ രേഖയെല്ലാം സമർപ്പിക്കുക വെച്ചാൽ പരമാവധി 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ മറ്റേ ഇത് ലഭിക്കും കേട്ടോ. അതാണ് 6 മാസം മതി. 6 മാസം ഒരുപാട് സമയമൊന്നും ഇതിന് കളയേണ്ട ആവശ്യമില്ല. 6 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇൻഷുർ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.